ഒരു മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലാണെന്ന് പറഞ്ഞ റൂമേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുക? ഗോസിപ്പല്ലേ, നമുക്ക് നോക്കാം. അത് ഉണ്ടോ ഇല്ല നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 വർഷം അങ്ങോട്ട് സമയം തന്നിട്ടില്ലേ, നമുക്കപ്പം നോക്കാം. 2 വർഷം ഇല്ല, ഇനി 1.5 വർഷം കൂടെ ഉള്ളെന്ന് തോന്നുന്നു. തട്ടട്ടരിവണനെ കാണാൻ പറ്റുമോ? മിക്കവാറും മേ ബി ഒരു 85-90% കാണാൻ പറ്റും. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. സോ എഗെയിൻ ബാക്ക് വിത്ത് ദ സെയിം കോണ്ടന്റ്. എന്താണ്, റീസെൻ്റ്ലി ഇട്ട 2-3 വീഡിയോൻ്റെ താഴെ ഞാൻ കുറച്ച് കമൻറ്റുകൾ കാണാൻ ഇടയായി. ആ കമൻറ്റുകൾ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ഒരു ചോദ്യം, നിനക്കൊന്നും വേറെ ഒരു പണിയും ഇല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഞാനൊരു 10,000 തവണ പറഞ്ഞു, എനിക്ക് പണിയുണ്ട്, ഞാൻ 4 കൊല്ലമായി പണി എടുക്കുകയാണ് എന്ന്. നിനക്കൊക്കെ നിന്റെ കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്കിപ്പം ഈ മൊമെന്റ് വരെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വിളമ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മൂന്നാമത്തത്, രേണുവിൻ്റെ കണ്ടന്റ് ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ആദ്യം രേണു നിർത്തട്ടെ, അപ്പം ഞങ്ങളും നിർത്താം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രേണു സുധിയുടെ വിവാഹം. ആരെ കല്യാണം കഴിക്കും, എപ്പോൾ കല്യാണം കഴിക്കും എന്നൊരു ചോദ്യം. രേണു തന്നെ പറഞ്ഞേക്കുകയാണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു മുസ്ലിം ചേട്ടനെയാണ്, തട്ടിട്ട് ആയിഷയൊക്കെ ആയിട്ട് എന്നെ കാണാൻ സാധിക്കും, ആൻഡ് ഒരു 80-90% ഞാൻ എന്തായാലും കല്യാണം കഴിക്കും, ഒരു 1.5 വർഷത്തിനുള്ളിൽ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞ് രേണു സുധീൻ്റെ വിവാഹമാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത്. സോ ഗൈസ്, ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം നമുക്ക് കല്യാണ വിഷയത്തിലോട്ട് ആദ്യം അങ്ങ് പോവാം, അതിന് ശേഷം നമുക്ക് വേറെ ഓരോരോ കണ്ടന്റിലോട്ട് പോവാം. സോ ആദ്യം തന്നെ കേൾക്കാം. മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലാണെന്ന് പറഞ്ഞ റൂമേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുക? ഗോസിപ്പല്ലേ, നമുക്ക് നോക്കാം. അത് ഉണ്ടോ ഇല്ല നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സമയം തന്നിട്ടില്ലേ, നമുക്കപ്പം നോക്കാം. 2 വർഷം ഇല്ല, ഇനി 1.5 വർഷം കൂടെ ഉള്ളെന്ന് തോന്നുന്നു. തട്ടട്ടരിവണനെ കാണാൻ പറ്റുമോ? മിക്കവാറും മേ ബി ഒരു 85-90% കാണാൻ പറ്റും. ആദ്യം തന്നെ ഈ ഒരൊറ്റ ക്ലിപ്പിൽ കൂടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ രേണുവിനാണോ ഭ്രാന്ത് അല്ലെ ഈ വീഡിയോ കാണുന്ന എനിക്കാണോ ഭ്രാന്ത് എന്നാണ്. കാരണം ഒരു ക്ലിപ്പിൽ തന്നെ ഒരേ പോയിന്റിൽ തന്നെ ആദ്യം ഇല്ലാന്നും രണ്ടാമത് ഉണ്ട് എന്നും പറയുന്ന ഒരു ഡുവൽ സ്വഭാവമാണ് രേണു സുധി ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഈ ഓൺലൈൻ മീഡിയക്കാരൻ്റെ ചോദ്യം, മുസ്ലിം യുവാവുമായി പ്രണയത്തിലാണോ? അത് വെറും ഗോസിപ്പാണ്. കാരണം എനിക്കറിയില്ല, എല്ലാവരും പറയുന്ന ഒരു സാധനമാണ്. ഇതേ ക്ലിപ്പിന്റെ ഫ്രണ്ടോട്ട് പോകുമ്പോൾ അടുത്ത ചോദ്യം, രേണു സുധീനെ തട്ടിട്ട് കാണാൻ പറ്റും? കാണാൻ പറ്റും. 90% എന്നെ തട്ടിട്ട് കാണാൻ പറ്റും. ഇവർക്ക് എന്താ ഒരു സ്റ്റാൻഡ് ഇല്ലേ? നിങ്ങൾക്കൊന്നൊരു അഭിപ്രായമില്ലേ? നിങ്ങളെല്ലാവരും രേണു സുധീനെ കോണ്ടന്റ് ചെയ്യുന്നതിന് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറ, ഇവരെന്തൊക്കെയാണ് ഈ വിളിച്ച് കയറി പറയുന്നത്? ഞാൻ വീണ്ടും പറയാണ്, രേണു സുധി ജീവിതകാലം മുഴുവൻ സുധിയേട്ടനെ ആലോചിച്ചിരിക്കണം എന്നൊരു അഭിപ്രായമല്ല. രേണു സുധിയുടെ ലൈഫാണ്. ഫ്രണ്ടോട്ട് പോകുമ്പോൾ ഒരു പാർട്ട്ണർ വേണം, മൂവ് ഓൺ ആവണം, ഇതൊക്കെ എല്ലാം ഇതിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷെ ഇവിടെ ഒരേ സമയം 2 അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇവരെന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നത് എന്നുള്ളതാണ് പേഴ്സണലി ഇപ്പം മനസ്സിലാവാത്തത്. കാരണം ഈ ഒരൊറ്റ ക്ലിപ്പിംഗ് കൂടെ ഞാനും 2-3 തവണ റിപ്പീറ്റഡ് കണ്ടു. ഇനി ഞാൻ മനസ്സിലാക്കിയതിൻ്റെ മിസ്റ്റേക്ക് ആണോ എന്നറിയാൻ. പക്ഷെ അല്ല കേട്ടോ, ഞാൻ മനസ്സിലാക്കിയതിൻ്റെ മിസ്റ്റേക്ക് അല്ല. രേണു ചേച്ചി 2 അഭിപ്രായം പറഞ്ഞത് തന്നെയാണ്. ഓർമ്മകൾ നഷ്ടമാകില്ലേ? അതെങ്ങനെയാണ് കല്യാണം കഴിച്ചാൽ സുധിച്ചേട്ടൻ്റെ ഓർമ്മ നഷ്ടമാകുന്നത്? സുധിച്ചേട്ടൻ്റെ ഓർമ്മ നഷ്ടമാകാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ പോരെ? സുധിച്ചേട്ടന്റെ ഓർമ്മ നഷ്ടമാവില്ലേ എന്നൊരു ചോദ്യത്തിന് രേണു സുധി ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ്, ഇവിടെ 2 കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഒന്ന്, പാർട്ട്ണറുമായിട്ട് സെപ്പറേറ്റഡോ ഡിവോഴ്സോ അല്ലെ പാർട്ട്ണർ പോയാൽ വേറൊരു റിലേഷൻഷിപ്പിൽ പോയി ജീവിക്കുന്ന ആൾക്കാർ. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, വേറൊരു റിലേഷൻഷിപ്പിൽ പോവാണ്ട് അയാളെ തന്നെ ആലോചിച്ച് ജീവിക്കുന്ന ആൾക്കാർ. ഇത് രണ്ടും തെറ്റാണോ അല്ലെ ശരിയാണെന്നോ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് വ്യക്തിഗതമായിട്ടുള്ള താല്പര്യമാണ്. പക്ഷേ ഓരോരുത്തർക്ക് വേറൊരു വിവാഹം കഴിക്കണം എന്നാണെങ്കിൽ വിവാഹം കഴിക്കാം, വേണ്ട എന്നാണെങ്കിൽ വേണ്ട. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആൻഡ് നമ്മളുടെ ലൈഫിൽ നമുക്കൊരു പാർട്ട്ണർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ പാർട്ട്ണറുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിൽ പോകുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ആദ്യത്തെ പാർട്ട്ണറിനെ മറക്കും. എന്ന് വെച്ചാൽ നമ്മൾ പുതിയ പാർട്ട്ണറുമായിട്ട് ലൈഫ് പോവാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു കോണിൽ ആ വ്യക്തിൻ്റെ ഓർമ്മയും ആ വ്യക്തി തന്ന കാര്യങ്ങളും ഒക്കെ, അല്ലെ സ്നേഹവും ഇഷ്ടവും കെയറും എല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഇപ്പം രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരാളെ കല്യാണം കഴിച്ചു എന്ന് കരുതി സുധിയുടെ കംപ്ലീറ്റ് ഓർമ്മ പോവും എന്നൊന്നും ഞാൻ പേഴ്സണലി പറയുന്നില്ല. കാരണം ആളുടെ പേര് തന്നെ രേണു സുധി എന്നാണ്. ഇനി അത് മാറ്റിയിട്ടുണ്ടാണ് അതിൽ മാറ്റങ്ങൾ വരിക. ആൻഡ് രേണു സുധി ഇനി ആരെയൊക്കെ കല്യാണം കഴിച്ചാലും ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ രേണുവിന് അറിയപ്പെടുന്നത് സുധിയുടെ വൈഫ് എന്നൊരു ലേബലിൽ തന്നെയാണ്.
ആൻഡ് സെക്കൻഡ് തിങ്, സുധിച്ചേട്ടൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരാൾ, അങ്ങനെയാണ് സുധിച്ചേട്ടൻ്റെ അമ്മേനെയും അച്ഛനെയും എങ്ങനെ കല്യാണം കഴിക്കേണ്ടി വരും. കാരണം അവരല്ലാണ്ട് ആരാ സുധിച്ചേട്ടൻ്റെ ആ ഓർമ്മ, സുധിച്ചേട്ടൻ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ വേറെ ഉള്ളത്? ഇത് ഏത് കൈൻഡ് ഓഫ് ന്യായീകരണമാണെന്ന് രേണുസുധി വളരെ ജെന്യൂൻ ആയിട്ട് പറഞ്ഞു. അത് എൻ്റെ ലൈഫ് ഫ്രണ്ടോട് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കൊരു പാർട്ട്ണർ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പാർട്ട്ണറെ കല്യാണം കഴിച്ചു എന്ന് കരുതി ഞാൻ എൻ്റെ സുധീനെ മറക്കുകയൊന്നും ചെയ്യില്ല. ബട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. അതിനെയാണ് ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുക, അറിയില്ല. ആൻഡ് ഇനി ഉദ്ദേശിച്ചത് സെക്കൻഡ് മാരേജ് അല്ലെ സുധീനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ, സുധീനെ എന്തിനാ അക്സെപ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ സെപ്പറേറ്റഡ് ആയി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയൊരു വ്യക്തിനെ വേറൊരാൾ വിവാഹം കഴിക്കുന്ന സമയത്ത് അവിടെ എന്ത് അക്സെപ്റ്റൻസ് ആണ് വേണ്ടത്? എന്ത് കൈൻഡ് ഓഫ് അക്സെപ്റ്റൻസ്? ആ വ്യക്തി ഇപ്പോൾ കറൻ്റ്ലി ഇല്ല, നിങ്ങൾ തമ്മിലൊരു മീറ്റപ്പോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അല്ലേ എന്ത് ചെയ്യണം? സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്ക് കുട്ടീൻ്റെ ആവശ്യത്തിന് എങ്ങാനും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം എന്ന് പറയുകയാണെ ഓക്കെ ഫൈൻ. ഇവിടെ അതും ഇല്ലല്ലോ. ചേട്ടനെ ഇഷ്ടപ്പെടുന്ന സുധിച്ചേട്ടനെ അംഗീകരിക്കുന്ന ഒരാൾ, പിന്നെ അത് ഞാൻ എന്നേ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ലൊരു എന്താ പറയാ, നല്ല മനസ്സിന്റെ ഉടമേനെ ആയിരിക്കും ഞാൻ കല്യാണം കഴിക്കാൻ. എന്തോ അതിന് ആരും എന്തായാലും അങ്ങനെ ഒരു തീരുമാനമെങ്കിലും രേണുസുധി ഇപ്പൊ കറന്റ്ലി പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം സുധിച്ചേട്ടനെ അക്സെപ്റ്റ് ചെയ്യുന്ന, സുധിച്ചേട്ടനോട് സ്നേഹമുള്ള നല്ലൊരു വ്യക്തിനെ തന്നെ ഞാൻ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. കാരണം എനിക്കറിയാം രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തി, സുധി എന്ന് പറയുന്ന വ്യക്തിനെ ഒരു കോണ്ടന്റ് ആക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ആൻഡ് നിങ്ങൾക്ക് 100% കോണ്ടന്റ് ആക്കാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളല്ലാണ്ട് വേറെ ആര് കോണ്ടന്റ് ആക്കാനാണ്? സോ അതവിടെ കിടക്കട്ടെ. വിവാഹം കഴിഞ്ഞിട്ടും ഈ കോണ്ടന്റുകൾ ഇനി എത്രത്തോളം മുന്നോട്ട് പോവും എന്നുള്ളതും കൂടെ നമുക്ക് കാണാം. ഞാൻ പറയുന്നില്ലല്ലോ, ഞാൻ പൊതുവേ പറഞ്ഞതാണ്, മനസ്സിലായോ? ഇക്കയാണോ ചേട്ടനാണോ ഇച്ചായനാണോ എന്നൊക്കെ നമുക്ക് അറിയാം. മുസ്ലിം യുവാവാണെന്നാണ് സംസാരം. അത് അങ്ങനെ ഇരിക്കട്ടെ, അത് നല്ല കാര്യമല്ലേ, അങ്ങനെ ഇരിക്കട്ടെ. ഡബിൾ ഡാഡി സിൻഡ്രം എന്ന് പറയുന്ന ഒരു സിൻഡ്രം കണ്ടിട്ടുണ്ട്. ട്രിപ്പിൾ ഡാഡി സിൻഡ്രം എന്ന് പറയുന്ന ഒരു സിൻഡ്രം ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഈ വീഡിയോ കൂടെ മനസ്സിലാവുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഇവർ പറഞ്ഞു 90% എൻ്റെ എല്ലാ കാര്യത്തിലും തീരുമാനമായി, ഞാൻ തട്ടിട്ട് വരുമെന്ന്. ഇപ്പോൾ വന്നിട്ട് പറയാണ്, ജനങ്ങൾ പറയുന്നതാണ് എനിക്ക് മുസ്ലിം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്, ചിലപ്പോൾ അത് മുസ്ലിം ആവാം, ഹിന്ദു ആവാം, ക്രിസ്ത്യൻ ആവാം, നസ്രാണി ആവാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പേഴ്സണലി ഇത്രയും ഇവർ പറഞ്ഞതിൽ കൂടെ മനസ്സിലായിട്ടുള്ളത് ഇവർക്ക് ഇതൊരു കോണ്ടന്റ് മാത്രമാണ്, വെറും കോണ്ടന്റ്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇവർക്ക് ഇതിൽ നിന്ന് ഇവർ പുറത്തോട്ട് കാണിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇവർക്ക് ഇനി ഒരു റിയൽ കാമുകനുണ്ടോ, അതിനി മുസ്ലിം ആണോ, അല്ലെ ഒരു വളരെ ഫേക്കായിട്ട് പറയുകയാണോ എന്നുള്ള കാര്യങ്ങളൊന്നും പേഴ്സണലി മനസ്സിലാവുന്നില്ല. പക്ഷെ ഇത്രയും കണ്ടതിൽ നിന്ന് മനസ്സിലാക്കിയത് രേണുസുധിക്ക് ഒരു ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പം അതിന് അവരുമായി ചേർന്ന് നിന്ന് ഇവർ തോന്നിയ രീതിയിൽ മറുപടി കൊടുക്കുകയാണ്. ആൻഡ് കൊടുക്കുന്ന സമയത്ത് ഏത് രീതിയിൽ മറുപടി കൊടുത്താൽ സോഷ്യൽ മീഡിയയിൽ അതൊരു ഡിസ്കഷൻ ആവും എന്നൊരു തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ രേണുസുധി എന്ത് ചെയ്യാണ്, ആ രീതിയിലാണ് മറുപടി കൊടുക്കുന്നത്. അപ്പം എന്തായാലും സ്വന്തം ജീവിതത്തിൽ ഒരു കാമുകൻ ഉണ്ടെന്ന് ഫേക്ക് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് കണ്ടന്റ് പിടിച്ചു വെക്കാൻ തോന്നുന്നത് നിങ്ങൾക്ക് കൊടുക്കണം 2 കൈയും കൊണ്ട് ഒരു കൂപ്പ് കൈ. അയ്യോ, ഇനി 2 ഇല്ലല്ലോ, 1.5 നോക്കാം. പറഞ്ഞപ്പോ 6 മാസം ആക്കുമല്ലോ. ഇല്ല, നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ 90% ഉണ്ടെന്ന് തന്നെയാണ്. 10% അറിയില്ലടാ, ദൈവത്തിന്റെ കയ്യിലില്ല. അല്ലേ നമ്മളിപ്പോ ഈ ചിലർ ഇപ്പം ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമാണ്. ഇപ്പോഴത്തെ ഈ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ആവശ്യമാണ്, കാരണം അത്രയ്ക്ക് കേൾക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു പാർട്ട്ണർ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ട്ണറെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്, ജീവിക്കാത്ത ഒരാളുണ്ട്. രേണു പറയുന്നത് എനിക്ക് പാർട്ട്ണറിന്റെ ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കറന്റ് ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് ഞാൻ നേരിടുന്ന ഒരുപാട് കൈൻഡ് ഓഫ് സൈബർ ബുള്ളിങ് ഒക്കെയാണ് ആൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് എനിക്കൊരു സപ്പോർട്ടീവാണ്. ശരിയാണ്. കാരണം നിങ്ങളിപ്പോൾ ഒരിക്കൽ നിങ്ങളടുത്ത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോ അല്ലെ ഈവൻ ഞാനോ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ കല്യാണം കഴിക്കാണ്ട് ജീവിതകാലം മുഴുവൻ എന്താണ് സുധിച്ചേട്ടാ വിളിച്ച് നിൽക്കണം എന്നൊന്നും നമ്മൾ പേഴ്സണലി പറയുന്നില്ല. നിങ്ങൾക്ക് പാർട്ട്ണറെ ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ജീവിക്കാം, നിങ്ങൾക്ക് ഫ്രണ്ടോട്ട് പോകാം. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ വളരെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു കോണ്ടന്റ് വ്യക്തിയായി എന്തിനാ സോഷ്യൽ മീഡിയയിൽ മാറുന്നേ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാവാതെ. ഞാൻ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഇവരെ വീഡിയോ കംപ്ലീറ്റ് ഇന്ന് കണ്ടിട്ടും എനിക്ക് തീരെ ഐഡിയ കിട്ടാത്ത ഈ ഒരൊറ്റ കാര്യത്തിലാണ്.
ഇവരെന്തിനാണ് ഇവരുടെ ജീവിതം ഇങ്ങനെ ഒരു കോണ്ടന്റ് ആക്കുന്നത്? എന്തിനാണ് ഈ ജീവിതത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കോണ്ടന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത്, ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്, ഉണ്ടാക്കി പറയുന്നത്, വെറുതെ. ഇനിയിപ്പം ഈ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഉണ്ടായിരുന്ന ഒരു ടോക്ക്, രേണു സുധി പൊതുവെ എല്ലാ ഇനാഗ്രേഷനും പോകുന്നുണ്ട്. എത്ര പേര് ഇവിടെ ഇനാഗ്രേഷന് പോകുന്നുണ്ട്? രേണു മാത്രമാണോ ഇനാഗ്രേറ്റ് ചെയ്യുന്നത്? എത്രയോ ആൾക്കാർ ഇനാഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരാരെങ്കിലും ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് ഈ വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടോ? ഇവർക്കറിയാം ഇവരിങ്ങനെ പറയണം, പറഞ്ഞാലാണ് ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ഉണ്ടാവുക, പല ആൾക്കാരും ഈ ടോപ്പിക് എടുക്കുക, റിയാക്ട് ചെയ്യുക, അതുവഴി ഇവർക്ക് ഒരു ക്യാമറ സ്പേസ് കിട്ടുക. നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ കൂടെ, നെഗറ്റിവിറ്റിയിൽ കൂടെ ഇങ്ങനെ റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലും അന്തസ്സായിട്ട് ഇതാണ് എൻ്റെ പാർട്ട്ണർ, ഞാൻ കെട്ടാൻ പോകുന്ന വ്യക്തി എന്ന് സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ടും എന്ന് പറയുന്നില്ല. ഇപ്പോൾ 6 മാസം കഴിഞ്ഞു എന്ന് പറയുന്നത്, ഈ 6 മാസമായി സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ നിങ്ങളിങ്ങനെ അളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. നിങ്ങളുടെ ഇതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ കള്ളത്തരാണ്, ഇതൊരു ഫേക്ക് മാനിപ്പുലേഷനാണ്, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണെന്ന് പോലും മനസ്സിലാക്കാണ്ട് നിങ്ങളെ ഹാർട്ട് ടു ഹാർട്ടായി കണ്ടുകൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരും. അദ്ദേഹത്തെ മറന്നെന്നോ അല്ലെങ്കിൽ മറക്കുമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു. ഈ സിംഗിൾ പേരൻസിന് എല്ലാം അറിയാം, നമുക്ക് ഒരാൾ സംസാരിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ നമ്മളെ കെയർ ചെയ്യാൻ ഒരാളുള്ളത് നല്ലതാണ് അല്ലേ, നല്ലതാണെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ പോവാന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ ഇവരിവിടെ കളിക്കുന്നേ എന്ന് എനിക്കറിയില്ല. പുലിനെ പിടിച്ച ആടും ആടിനെ പിടിച്ച പുലിയും ആക്കാൻ നോക്കുന്ന ഒരു കളിയാണ് പേഴ്സണലി ഇപ്പോൾ രേണു സുധി ഇതിൽ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇത് കാണുന്ന നമുക്ക് ഞാനാണോ പൊട്ടൻ ഇവളാണോ പൊട്ടൻ എന്ന് തോന്നുന്ന ഒരു ആംഗിളാണ്. ആദ്യം ഉണ്ടെന്ന് പറയും, പിന്നില്ല എന്ന് പറയും, പിന്നെ ഉണ്ടെന്ന് പറയും, പിന്നെ ഇല്ല എന്ന് പറയും. ഇവർക്ക് തന്നെ പേഴ്സണലി ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ അതവിടെ കിടക്കട്ടെ. ഓരോ കമന്റ്സ് ഇടുന്നത് അപ്പം ആൾക്കാരുടെ മനസ്സിലുണ്ട്. അതിപ്പോ എനിക്ക് എന്താ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല. കാരണം ഇവര് കുറെ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇത് മാത്രമാണോ? ഈ ഫിറോസിന്റെ കാര്യം മാത്രമല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നില്ലേ? ഇത് മാത്രം എന്ത് വളച്ചൊടിക്കുന്നൊന്നും ഇല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നുണ്ട്. ഞാനിപ്പോ അതിന് കൂടുതൽ പറയുന്നില്ല, കാരണം ഇങ്ങോട്ടും മര്യാദക്കാണ് സംസാരിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ പുള്ളി ഇട്ടായിരുന്നു, മര്യാദക്കാണ് സംസാരിച്ചത്, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. വീഡിയോയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും വീഡിയോ സ്വീകരിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനല്ലല്ലോ സ്വീകരിച്ചത്, നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ട് കൊടുത്തല്ലേ. ഒരിക്കലും ഇല്ല, എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനല്ലല്ലോ സ്വീകരിച്ചത്, നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ട് കൊടുത്തല്ലേ. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. അവനൊന്നും മൈൻഡ് ചെയ്യാറില്ല, അവനൊന്നും. ഇവിടെ രേണു സുധി 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിനെ കുറിച്ചും ഒന്ന് കിച്ചുവിനെ കുറിച്ചിട്ടും. കിച്ചുവിനെ കുറിച്ച് രേണു സുധി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ രേണു സുധി ഇവിടെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. കാരണം എന്താ, എൻ്റെ മോന് അവൻ്റെതായ രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്, അവൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവൻ്റെ അഭിപ്രായം പറയാൻ. കിച്ചു എന്ന് പറയുന്ന വ്യക്തി ഇത്രയും കാലം സൈലന്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആൾ അതിൽ നിന്ന് മാറി ആളുടെ അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അത് ആ സൈഡ് കിടക്കട്ടെ. ഇവിടെ ഫിറോസ് കെ ആയി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ ലാസ്റ്റ് ടൈം റിയാക്ട് ചെയ്ത വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാൻ ആ അഭിപ്രായമായിട്ട് ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. രേണു സുധി തന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യത്തിന് വളരെ മാന്യമായ രീതിയിൽ ഫിറോസ് അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ ആ വിഷയത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആളല്ലാത്ത രീതിയിലാണ് പറഞ്ഞതെങ്കിൽ ഞാനും പലതും പറഞ്ഞേനെ. ഇവിടെ ഞാൻ ഉദ്ദേശിച്ച 2 സാധനം, ഒന്ന് രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇനി ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഇതിൽ കൊണ്ടുപോയി വലിച്ചിടുന്നത്. ആൻഡ് സെക്കൻഡ് തിങ്, തന്നെ കുറിച്ച് ഇമാതിരി ഒരു അലിഗേഷൻ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ മാടപ്രാവിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ട് ഈ പെർട്ടിക്കുലർ ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി നടക്കുന്നത്. തേർഡ് തിങ്, ഇപ്പോഴും അവർ ഈ ലാസ്റ്റ് പറഞ്ഞ വീഡിയോയിൽ കൂടെ വളരെ ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫിറോസ് നന്നായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പം ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി രേണു സുധീനെ എന്തെങ്കിലും പേടിച്ചിട്ടാണോ നന്മമരം കളിച്ചേ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഒരു തെറ്റുള്ള കാര്യമല്ല. ഇതൊക്കെയാണ് ഇന്റർവ്യൂവിലെ മെയിൻ ഭാഗങ്ങൾ. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ രേണു സുധി ഇപ്പം റീസെൻ്റ്ലി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു പെർട്ടിക്കുലർ ചാനലിന് റിയാക്ട് ചെയ്ത് രേണു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് നോക്കിയിട്ട് വേഗം വീഡിയോ അവസാനിപ്പിക്കാം. ഹലോ ഗൈസ്, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതായത് ഇന്ന് എനിക്ക് ചേർത്തല ഹിതിക ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു, ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ടോയെന്നിരിക്കും, ഒരുപാട് മീഡിയാസ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം അവരെല്ലാം വന്ന് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു വന്നപ്പം ഞാൻ നോക്കിയപ്പം ഒരു വ്ളോഗർ, അതായത് എന്നെ നെഗറ്റീവ് അടിക്കുന്ന SP വ്ളോഗ് എന്നും കണ്ടാന്ന് തോന്നുന്നു അവരുടെ പേര്. എനിക്ക് അവരുടെ പേര് പോലും അറിയില്ല. ഞാൻ സത്യമായിട്ടും ഞാനിപ്പം എൻ്റെ സുഹൃത്ത് സജന ചേച്ചിയോടാണ് ചോദിച്ചത് അവരുടെ പേരെന്തുവാന്ന് പോലും. ആ വ്ളോഗിൻ്റെ ഇങ്ങനെ മാറ്റി പോകുമ്പോഴത്തേന് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതാണ്. അവരെനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കുന്നവർ.
നാണമുണ്ടോ SP വ്ളോഗിലെ ആ പുള്ളിക്കാരിക്ക്? നാണവും മാനവും ഉണ്ടോ? കാരണം വെച്ചാൽ ഇവർ ഒരു മുറിക്കകത്തിരുന്ന് മൊബൈൽ വെച്ചിട്ട് എന്നെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഇനോഗ്രേഷന് പാത്തും പതുങ്ങി മാസ്ക് വെച്ചിട്ട് വന്നിട്ട് എൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഇവർ പറയാം തുടക്കം ഇങ്ങനെയാണ്. ഞാനിങ്ങനെ തുടക്കം കണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ രേണുസുതി വലിയ ആളൊന്നുമില്ല, ആകെ ഇച്ചിരിയേ ഉള്ളൂ. ഏതൊരു യൂട്യൂബറിന് അഗെയിൻസ്റ്റ് എടുത്തിട്ടുള്ള റിയാക്ഷൻ വീഡിയോയാണ്. അതിൽ ആൾ പറയുന്നത് ആളുടെ ഇവിടെ എനിക്ക് പേഴ്സണലി ഈ ഒരു സാധനത്തിൽ പറയാനുള്ളത്, ഫിസിക്കൽ ബോഡി ഷേമിങ് ഒരാളെ ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. രേണുസുധീൻ്റെ ഹൈറ്റ് പറഞ്ഞ് കളിയാക്കേണ്ട ആവശ്യം ഒരിക്കലും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ആൻഡ് സെക്കൻഡ് തിങ്, രേണുസുധി റീച്ച് ഇല്ലാത്തൊരു വ്യക്തിയാണ്. നിങ്ങൾ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാണ്ടിരിക്കുക. രേണുസുധി അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പം കറൻ്റ് ഇനാഗ്രേഷൻ ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ടോപ്പിക്ക് രേണുസുധി തന്നെയാണ്. അത് രേണുസുധി ക്രിയേറ്റ് ചെയ്ത കാര്യം തന്നെയാണ്. രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ആളുടെ ജീവിതം കെട്ടിപ്പടുത്തിയെടുത്ത ഒരു സാധനം തന്നെയാണ്. ആ കെട്ടിപ്പടുത്തിയെടുക്കാൻ വേണ്ടി ആൾ തിരഞ്ഞെടുത്ത വഴി ഈസ് കംപ്ലീറ്റ്ലി നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്, ഉള്ള പ്രശ്നങ്ങളാണ്, കോൺട്രവേഴ്സീസ് ആണ്, ഇല്ലാത്ത കാര്യങ്ങളാണ് ആ സാധനമൊക്കെ രേണു ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ രേണു സ്വയം എഫോർട്ട് കൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ രേണു അതിൽ അഹങ്കാരം കാണിക്കുന്നത് ഒരിക്കലും ഇത്ര ലോകം കണ്ട വലിയ തെറ്റായിട്ട് ഇവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഫിസിക്കലി ബോഡി ഷെയിം ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ ആ ഒരു സാധനം എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ആൻഡ് റീച്ച് ഇല്ലാത്തൊരു വ്യക്തിയാണ് രേണു എന്ന് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. രേണു ഇനാഗ്രേഷന് ചെല്ലുമ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ വന്നില്ലെങ്കിലും കുറച്ച് ആൾക്കാർ ഓഫ് കോഴ്സ് അവിടെ പ്രസൻ്റ് ആണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ വ്യക്തികൾക്കും ഓരോ വിഷയത്തിൽ അവൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മളുടെ എത്തിക്സ് വിടാണ്ട് ഓപ്പോസിറ്റിലെ വ്യക്തിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. ഈ ബ്ലോഗിലെ ചേച്ചിക്ക് ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ രേണുസുതി വന്നപ്പോൾ ആളില്ലെന്ന്. അയ്യോടാ പാവം ചേച്ചി, കുറച്ച് ആളിനെ കൂട്ടാൻ മേലായിരുന്നു രേണുസുതിയെ കാണാൻ വേണ്ടിയിട്ട്. അതെ, രേണുസുതി ഇഷ്ടമുള്ളവർ എവിടെയാണെങ്കിലും വന്നിരിക്കും, മനസ്സിലായോ? ചേച്ചി പറഞ്ഞ പോലെ തടിച്ചുകൂടി ആൾ വരെ. രേണുസുതി വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല, രേണുസുതി സാധാരണക്കാരിയാണ്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ട്, കേട്ടല്ലോ. ചേച്ചി ഇപ്പം വന്നിട്ട് മാസ്ക് വെച്ച് പാത്തും പതുങ്ങി എൻ്റെ ഫോട്ടോയും വീഡിയോ എടുത്തല്ലോ. ചേച്ചിക്ക് നാണമുണ്ടോ? ചേച്ചി ഒരു 10 പേരും കൂടെ നൈസായിട്ട് ചോദിച്ച് ശുഭമായി വാങ്ങിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ചേച്ചി. എന്തായാലും കിട്ടി, അവിടെ ഇരിക്കുകയാണല്ലോ. അപ്പം ഇപ്പം ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും കരുതും നീ തുടക്കത്തിൽ രേണുവിനെ കുറ്റം പറഞ്ഞു, ഇപ്പം നീ വന്ന് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ രേണുവിൻ്റെ കുറ്റക്കാരിയുമല്ല, രേണുവിൻ്റെ സപ്പോർട്ടറും അല്ല. ഒരു വിഷയം വരുമ്പോൾ, ഒരു ആംഗിൾ വരുമ്പോൾ എൻ്റെ അഭിപ്രായം ഞാനിതിൽ ഓഫ് കോഴ്സ് രേഖപ്പെടുത്തും. സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഓഫ് കോഴ്സ് സപ്പോർട്ട് ചെയ്യും, വിമർശിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഓഫ് കോഴ്സ് വിമർശിക്കും. അതിന് വേറൊരു ആംഗിളിൽ നിങ്ങൾ ഒരിക്കലും കാണാൻ നിൽക്കണ്ട. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.